അപ്പോൾ രണ്ട് തരത്തിലുള്ള സപ്പോർട്ട് ശരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മൾ വീട് പണിയുമ്പോൾ എടുക്കണം. സ്ഥലം മേടിക്കുമ്പോൾ ഒന്ന് ഒരു നല്ലൊരു എഞ്ചിനീയർ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ കണ്ടെത്തി, അല്ലെങ്കിൽ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വക്കീലിനെ കണ്ടെത്തി അദ്ദേഹം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലാൻഡ് തിരഞ്ഞെടുക്കുക. കാരണം ലാൻഡ് വൺസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പിന്നെ പറ്റില്ല. പ്രൈമറി എനിക്ക് തോന്നുന്നു ഇത്തരം ഡോക്യുമെൻ്റ്, അതായത് അതിൻ്റെ ഒറിജിനൽ ഡീഡ്, പ്രയർ ഡീഡ്, ലാൻഡ് ടാക്സ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈമറി കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഒരിക്കലും ഇത് മാത്രം നോക്കിയിട്ട് കണ്ണടച്ച് ലാൻഡ് മേടിക്കരുത്. ഇപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ആയാലും സൈറ്റ് കണ്ടീഷൻ ആയാലും രണ്ട് ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പോകണമെന്നൊരു കാര്യമാണ്. ഒരാൾ ഡോക്യുമെൻ്റ് റൈറ്ററെ കൊണ്ട് ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്ത് ലാൻഡൊക്കെ മേടിച്ച് ബാങ്ക് ലോണിന് വേണ്ടി ബാങ്കിൽ അപ്രോച്ച് ചെയ്തപ്പോഴാണ് പറയുന്നത് അതിൻ്റെ പ്രയർ ഡീഡിൽ ഏതോ മരിച്ചുപോയി, എൻ്റെ ഓണർ മരിച്ചുപോയിണ്ടായിരുന്നു. നോമിനീസ് ഒപ്പിട്ടതിൽ ഒരാൾ മൈനറായിരുന്നു. ആ മൈനർ മേജറാവാത്തത് കൊണ്ട് അയാളുടെ ഷെയർ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി അതെന്ന് പറഞ്ഞത് ഒരു ലീഗൽ അഡ്വൈസറെ നമുക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. ഒരു എക്സ്പെർട്ടായിട്ടുള്ള വിദഗ്ധനായിട്ടുള്ള ഒരു വക്കീലിന് മാത്രം കണ്ടെത്താൻ കഴിയും. ഇതൊരു ആർക്കിടെക്റ്റിനോ എഞ്ചിനീയർക്കോ കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളല്ല.